നിങ്ങളിപ്പോൾ സമ്പാദിക്കുന്ന പണം സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നുമില്ല. അതിസമ്പന്നതയിൽ നിന്നും ദിവസങ്ങൾ കൊണ്ട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? ഒരു ഹോസ്പിറ്റലിലോ ഒരു RCCയിലോ ഒക്കെ പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ തന്നെ നന്നായിട്ടൊക്കെ ജീവിച്ചിട്ട് പെട്ടെന്നൊരു അസുഖം വന്ന് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ കുടുംബത്തിലായാലും ഒരാൾക്കൊരു സർജറി വേണം അല്ലെങ്കിൽ വലിയൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക എത്ര ചെലവ് വരുമെന്നായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ എത്ര വലിയ തുകയും മുടക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാണെങ്കിലും മുടക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയും കൂടി വേണം. കാരണം ഇന്നത്തെ ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ ആ രീതിയിലാണ് കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. 10,000-ങ്ങളോ 1-2 ലക്ഷമൊന്നുമല്ല, ചിലപ്പോൾ 50 ലക്ഷം 60 ലക്ഷം വരെ പോകുന്ന കേസുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത അയാൾ സമ്പാദിക്കുന്ന പണം ഒരിക്കലും സുരക്ഷിതമല്ലെന്ന് പറയുന്നത്. അത് നമുക്ക് പ്രയോജനപ്പെടണം എന്നുമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മൊത്തമായും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ വലിയ രീതിയിൽ നമുക്ക് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ തന്നെ നമുക്ക് എടുത്തു വെക്കാം. ഇതിനെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും, അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം, ആരൊക്കെ എടുക്കണം, ആരൊക്കെ എടുക്കരുത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ എടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എടുക്കേണ്ട ആവശ്യകതയെന്ന്. എന്താണ് ഈ ഫാമിലി ഫ്ലോട്ടർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. സംഭവം വളരെ സിമ്പിളാണ്. അതായത് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നതിന് പകരം എല്ലാവർക്കും കൂടി ചേർത്ത് ഒരൊറ്റ പോളിസി എടുക്കുന്നതിനാണ് ഈ ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുടക്കീഴിൽ ഒരു കുടുംബം മുഴുവൻ സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇപ്പോഴത്തെ ചില പുതിയ പ്ലാനുകളിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാപിതാക്കളെയോ അവരുടെ സഹോദരങ്ങളെയോ വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അവിടെ നിങ്ങൾക്ക് ആരെയൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, മെഡിക്കൽ ഹിസ്റ്ററി, അവർക്ക് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ടോ, അതായത് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, നിലവിൽ എന്തെങ്കിലും സർജറികൾ കഴിഞ്ഞാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെയുള്ള ഓൾ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഇനി മൊത്തം പോളിസിയെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെയുള്ള ഹെൽപ്പ് ഓപ്ഷൻ വഴി ഒരു ഏജന്റുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളെല്ലാം മലയാളത്തിൽ തന്നെ ക്ലിയർ ചെയ്യാനും സാധിക്കും. ഇനി ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം പൈസ ലാഭം തന്നെയാണ്. എല്ലാവർക്കും വേറെ പോളിസി എടുക്കുന്നതിനേക്കാളും എല്ലാ ആളുകൾക്കും കൂടി ഒറ്റ പോളിസി എടുക്കുമ്പോൾ ഈ പ്രീമിയം വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. രണ്ടാമതായിട്ട് ഇനി വീട്ടിൽ പുതിയതായിട്ടൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെയും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ പോളിസി ആകുമ്പോൾ ഓരോന്നിന്റെയും റിന്യൂവൽ ഡേറ്റ് ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും, പ്രീമിയം തുകകൾ ഡിഫറൻ്റ് ആയിരിക്കും, ഓരോ മാസം അപ്ഡേറ്റ് ആയിട്ട് വരുന്ന പ്രീമിയം ചിലപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തലവേദന ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എല്ലാത്തിനും കൂടെ ഒറ്റ പ്രീമിയവും ഒറ്റ റിന്യൂവൽ ഡേറ്റും ആകുമ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ നമുക്കത് നോക്കി മനസ്സിലാക്കി കൃത്യസമയത്ത് കൃത്യ ഡേറ്റിന് മുമ്പ് റിന്യൂ ചെയ്യാനും സാധിക്കും. പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അതുപോലൊരു കാര്യമാണ്, നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളെ ഈ ഫാമിലി ഫ്ലോട്ടർ പ്ലാനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഫ്ലോട്ടർ പ്ലാനിന്റെ പ്രീമിയമോ അതിനനുസരിച്ച് കൂടും. കാരണം റിസ്ക് കൂടുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാർ പ്രീമിയവും കൂട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായവർ, ചെറുപ്പക്കാർ എന്നിങ്ങനെ ഒരേ കാറ്റഗറിയിലുള്ളവരെ ഒരുമിച്ച് ഉൾപ്പെടുത്തി ഒരു ഫ്ലോട്ടർ പ്ലാൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇത് എന്തൊക്കെ കവർ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴുള്ള ചിലവ്, ഡിസ്ചാർജ് ആയതിനു ശേഷമുള്ള മരുന്നുകളുടെ ചിലവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ സാധിക്കും. തിമിര ശസ്ത്രക്രിയ പോലുള്ള ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ആംബുലൻസ് ചെലവുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന രീതിയിലും പ്ലാനുകൾ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ബേബി പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മെറ്റേണിറ്റി കവറും ആഡ് ഓൺ ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. അമ്മയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒരുമിച്ച് കവർ കിട്ടാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ ഇതിൽ കവർ ചെയ്യപ്പെടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ ഇതിൽ കവർ ചെയ്യപ്പെടില്ല. അതിനൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് ചിലപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ അതിനും കൂടെ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ BP, തൈറോയിഡ്, ഡയബറ്റിസ്, ആസ്മ പോലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് പോളിസി എടുത്ത് 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ച് പറയാം, റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറയും. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ടെന്ന് കരുതുക. വീട്ടിൽ ഒരാൾക്ക് അസുഖം വന്ന് 7 ലക്ഷം രൂപ ചിലവായി. പിന്നെ ആ പോളിസി 3 ലക്ഷം രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴാണ് കുടുംബത്തിൽ മറ്റൊരാൾക്ക് അസുഖം വന്ന് 6 ലക്ഷം രൂപയുടെ ചിലവ് വരുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്ന 3 ലക്ഷം രൂപ, ഈ ബാലൻസ് കവർ എടുത്തിട്ട് ബാക്കി വരുന്ന 3 ലക്ഷം രൂപ നമ്മൾ നമ്മുടെ കയ്യിൽ നിടേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസികൾ എടുക്കുക. അപ്പം നമ്മുടെ പോളിസിയിലെ കവർ എമൗണ്ട് തീർന്നു പോയാലും റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള പോളിസി ആണെങ്കിൽ വീണ്ടും അത് റീഫിൽ ആവും. അങ്ങനെ ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും കവറേജ് തുക നമുക്ക് ക്ലെയിം ചെയ്യാനും സാധിക്കും. എത്ര രൂപയുടെ കവറേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളെങ്കിലും എടുത്തു വെക്കുന്നതാണ് സേഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് അത് തീരുമാനിക്കും. പിന്നെ ഇപ്പോൾ പല കേസിലും
ഹോസ്പിറ്റൽ ബിൽസ് 50-60 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അൺലിമിറ്റഡ് കവറേജ് ഉള്ള അല്ലെങ്കിൽ വർഷാവർഷം കവറേജ് പല മടങ്ങായിട്ട് വർദ്ധിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ എടുക്കാം. അങ്ങനെയുള്ളപ്പോൾ എത്ര വലിയ ഹോസ്പിറ്റൽ ബില്ല് വന്നാലും നമുക്ക് പേടിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. 25 വയസ്സുള്ള ആരോഗ്യവാനായിട്ടുള്ള സാധാരണ വ്യക്തിക്ക് ഇയർലി പ്രീമിയം ഒരു 10,000 രൂപയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്ഥലം, പ്രായം, ആരോഗ്യം എന്നിവയ്ക്ക് അനുസരിച്ച് പ്രീമിയത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് എത്ര പ്രീമിയം വരും എന്നറിയാൻ ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ മാസം വെറും 400 to 500 രൂപ പ്രീമിയം തുകയിൽ തുടങ്ങി 1 കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി പ്രവാസികൾക്ക് വരെ നാട്ടിൽ നിന്ന് വിദേശത്തെക്കാൾ 35% വരെ ചെലവ് കുറവിൽ ഇൻഷുറൻസ് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. പിന്നെ പോളിസി എടുക്കുമ്പോൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ ഉണ്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാഷ്ലെസ് പോളിസി, അതായത് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ ബിൽ പേയ്മെന്റ്, അങ്ങനെയുള്ള കുറച്ച് സർവീസസ് ഒക്കെ ഉണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഈ ക്യാഷ്ലെസ് പോളിസി നെറ്റ്വർക്കിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടോ, ഈ പോളിസിക്കാർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൽ സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് എന്നുള്ള ഫിൽറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് അറിയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം സബ്ലിമിറ്റ് ആണ്. ചില പോളിസികൾ ചില അസുഖങ്ങൾക്ക് ഇത്ര രൂപ മാത്രമേ നൽകൂ എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം റൂം റെന്റ് ക്യാപ്പിംഗ് ആണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ റൂം റെന്റ് തുകയായിട്ട് ഇൻഷുറൻസ് കമ്പനി തരുന്ന തുകയാണ് ഈ റൂം റെന്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. സാധാരണ പോളിസി കവറേജിന്റെ 1% ഈ റൂം റെന്റ് ക്യാപ്പായിട്ട് കമ്പനി നൽകുന്നത്. അപ്പം നമ്മുടെ പോളിസി കവറേജിന്റെ 1%-നെക്കാളും നമ്മുടെ റൂം റെന്റ് മുകളിൽ പോവുകയാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന പൈസ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാൻ റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത പോളിസികൾ തിരഞ്ഞെടുക്കുക. അടുത്ത 4ാമത്തെ കാര്യമാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ നോക്കുന്ന പോളിസിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ മിനിമം 90%-ന് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത 5ാമത്തെ ഒരു കാര്യമാണ് കോ പേയ്മെന്റ്. അതായത് നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ചെലവായെന്നിരിക്കട്ടെ, അതിൽ കമ്പനി ഇത്ര ശതമാനം തരും, ബാക്കി ഇത്ര ശതമാനം നിങ്ങളുടെ കയ്യിൽ നടക്കണം. അതാണ് കോ പേയ്മെന്റ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കോ പേയ്മെന്റ് ട്രാപ്പുകളൊന്നും ഇല്ലാത്ത പോളിസി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു 10 ലക്ഷം രൂപയുടെ ചെലവ് വന്നു കഴിഞ്ഞാൽ കമ്പനി പറയുകയാണ് ഇതിൽ ഞങ്ങൾ 6 ലക്ഷം രൂപ മാത്രമേ തരുള്ളൂ, ബാക്കി 4 ലക്ഷം രൂപ നിങ്ങൾ കയ്യിൽ നിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത്രയും നാളും പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസത്തിൽ നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ചിലപ്പോൾ അത്രയും പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കളോ നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ ആഭരണങ്ങളോ ഒക്കെ കിട്ടുന്ന വിലയ്ക്ക് അപ്പോൾ വിൽക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ അങ്ങനെ കോ പേയ്മെന്റ് ഇല്ലാത്ത തരത്തിലുള്ള മുഴുവൻ തുകയും പോളിസി തരുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുക. അടുത്തത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള കൺസൾട്ടേഷൻ മുതൽ ഡിസ്ചാർജ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ വരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള പോളിസിയാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പം അങ്ങനെയുള്ള പോളിസികളും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് കൺസ്യൂമബിൾസ് കവർ. സർജറിയിൽ ഉപയോഗിക്കുന്ന സിറിഞ്ച്, കോട്ടൺ, നീഡിൽസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 15% വരെ ചിലവ് വരും. അപ്പം അതും കൂടി കവർ ചെയ്യുന്ന പോളിസി ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ സെലക്ട് ചെയ്ത് അപ്ലൈ ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള കമ്പനികളുടെ പോളിസി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 2-3 കമ്പനിയുടെ പോളിസികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഓപ്ഷൻസും അതിൻ്റെ പ്രീമിയവും കമ്പയർ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭം ഏതാണെന്ന് മനസ്സിലാക്കി ആ പോളിസി നിങ്ങൾക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വീണ്ടും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ നിങ്ങളെ കോൾ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിന് കൃത്യമായിട്ടുള്ള വിശദീകരിച്ച് തന്ന് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ ഒരു ഏജന്റ് നിങ്ങളുടെ ഹോം വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഒരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. കുറച്ചൊക്കെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഇതൊക്കെ കമ്പയർ ചെയ്ത് വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കാട് കയറി ആലോചിച്ച് ഒരുപാട് വൈകിപ്പിക്കുകയും ചെയ്യരുത്. കാരണം ഓരോ ദിവസവും നമ്മുടെ പ്രീമിയം തുക ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു പ്രീമിയത്തിനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും ഒരു 2 മാസം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളെ കമ്പയർ ചെയ്ത് 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ക്രീനിലുള്ള QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കുക എന്നുള്ളതാണ്. വൈകും തോറും നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അപകടത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക. സോ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയും ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ എന്താണെന്നും എന്തുകൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണമെന്നൊക്കെ ആയിരുന്നു നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I'll see you in my next video. I am Adil Hussain, signing off.